കണ്ട കണ്ട പ്രപഞ്ചശക്തിക്ക് നന്ദി. ചേട്ടൻ കുറെ നേരെ ആയല്ല താമസിച്ചിരിക്കുന്നത്. അതൊക്കെ ഉണ്ട് മക്കളെ. എന്താന്ന് പരിപാടി? മാനിഫെസ്റ്റേഷൻ. എന്ത് സ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാ? ഒരു കാര്യം നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. ഈ കോട്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ. കൗലോ കൗലോ. പുള്ളി എഴുത്തുകാരനായിരുന്ന? അല്ല, ഞാൻ ഈ കോട്ട് കുറെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടായിരുന്നേ. അതെ. അല്ല, അതൊക്കെ അവിടെ നിക്കട്ടെ. നീ എന്താണ് ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്ത്? നീ എന്താ ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്തത്? അതൊക്കെ ഉണ്ട്. നീ എന്താ എഴുതി പോക്കറ്റിലേക്ക് ഞാൻ കണ്ടായിരുന്നു. അതെന്താന്ന് ചോദിച്ചേ? അത് സംഭവം എന്താന്ന് വെച്ചാ പറഞ്ഞ ചേച്ചി, നമ്മള് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ ധ്യാനിച്ച് വളരെ കാമായിട്ടിരിക്കുക. ഇന്ന് നമ്മളൊരു പേപ്പറിൽ നമ്മുടെ വിഷ് എഴുതുക. വിഷ് അല്ലടി, വിഷ് വിഷ്. നമുക്ക് എന്താണ് നടക്കണ്ടേന്നുള്ള ആഗ്രഹം, അതിനെയാണ് വിഷ് എന്ന് പറയുന്നത്. വിഷ്. നമ്മൾ എന്നിട്ട് ആ പേപ്പറിൽ നമ്മുടെ വിഷ് എഴുതിയിട്ട് പ്രപഞ്ചശക്തിയോട് ഇത് തന്നതിന് നന്ദി എന്ന് പറയണം. അതിനൊന്നും തന്നില്ലല്ലോ. തന്നില്ല, പക്ഷെ തന്നതിന് നന്ദി എന്ന് പറയണം, എന്നാലേ കിട്ടും. എന്നിട്ട് അത് 4 മടക്കി നമ്മുടെ പോക്കറ്റിൽ വെക്കണം. 48 മണിക്കൂർ ഊണിൽ ഉറക്കത്തില്ല നമ്മുടെ കൂടെ കാണണം ആ പേപ്പർ. 48 മണിക്കൂറിനുള്ളിൽ ആ ആഗ്രഹം സാധിച്ചിരിക്കും. വയ്യേ നിനക്ക്? പുച്ഛിച്ചോ ചേച്ചിക്ക് ഈ പ്രപഞ്ചശക്തിയിൽ അങ്ങോട്ട് വിശ്വാസം ഇല്ലാന്ന് തോന്നുന്നു. അതിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നിന്റെ ഉടായ്പിലാണ് എനിക്ക് വിശ്വാസമില്ലാത്ത. വിശ്വസിക്കണ്ട. ഈ ആഗ്രഹം ഫലിക്കുമ്പോ വിശ്വസിച്ചാ ചേട്ടാ, ഇതെന്താ ആഗ്രഹം സാധിക്കോ? എന്തായാലും സാധിക്കും. അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിള്ളേരുടെ എങ്ങനെ ചേച്ചി? പിള്ളേരെന്ത് പ്രപഞ്ചത്തിലുള്ളതല്ലേ? ആണ്. പിന്നെന്താ പ്രശ്നം? സാധിക്കും. നോക്കളെ എഴുതിക്കോ. സാധിക്കോ? ഓ, ചേട്ടനെ എഴുതിത്താ എനിക്ക്. ഞാൻ എഴുതി തരാനെ. നിന്റെ ആഗ്രഹം നീ വേണോ എഴുതാൻ? അപ്പൊ എഴുതുമ്പോ തെറ്റിപ്പോയ എന്ത് ചെയ്യും? തെറ്റിപ്പോയ ഒന്നും ചെയ്യില്ല. അപ്പൊ പ്രപഞ്ചശക്തി ഒന്ന് വായിക്കുമ്പോഴേ മാറിപ്പോയ എന്ത് ചെയ്യും? മാറിപ്പോയാ പാറു പണി പാടും. ഏച്ചി പോയിടുന്നു. പ്രപഞ്ചശക്തിക്ക് അറിയാം നീ സ്കൂളിൽ ഒന്നും പോവാതെ അക്ഷരൊന്നും നേരെ എഴുതാൻ അറിഞ്ഞുവിടുന്നു. അതുകൊണ്ട് പുള്ളി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളൂ. ഇവിടെ നിരുന്നേ. പിടി. നില്ലടി കണ്ണട. നിന്റെ ആഗ്രഹം അങ്ങ് പറ. ഉറക്കെ പറയില്ല, മനസ്സിൽ പറയണം. പറഞ്ഞ ഇനി അത് നടന്നതായിട്ട് സങ്കല്പിക്കും. അയ്യേ, കണ്ണടക്കിടി. എന്നിട്ട് അത് നടന്നതായിട്ട് സങ്കല്പിക്കുക. അത് നടന്നു, അത് കിട്ടി കഴിയുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ. ഇനി എഴുതിക്കോ. ഇത്ര നേരം നീ മനസ്സിൽ കണ്ട ആഗ്രഹം എഴുത്. പ്രപഞ്ചശക്തിക്ക് നന്ദി. പറയടി. പ്രപഞ്ചശക്തിക്ക് നന്ദി. മനസ്സിലാണ്. എങ്ങനെയാലും പറ. മനസ്സിലാ നീ എങ്ങനെയെങ്കിലും പറ. എന്നിട്ട് എഴുത്. നടന്നല്ലേ ചേച്ചി ട്രൈ ചെയ്യണ? ഒരു ട്രൈയും ഇല്ല. ട്രൈ അങ്ങോട്ട് ചെയ്. ശുദ്ധോളിയും തിരിച്ചു വരണമെന്ന് പറഞ്ഞോട്ടോ. എഴുതി കൂടെ ചിലപ്പോ വന്നാല. അങ്ങനെ ഇപ്പൊ വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നാ പിന്നെ വേറെന്തെങ്കിലും ആഗ്രഹം? നമുക്ക് ആഗ്രഹമൊന്നുമില്ലേ? നിങ്ങൾ എഴുത്, നിങ്ങളുടെ ആഗ്രഹമൊക്കെ നടക്കട്ടെ. ഓഹോ, അങ്ങനെ. അങ്ങനെ. എന്നാ ശരി. എഴുതി കഴിഞ്ഞ? ഇല്ല. ഈ ബുക്കൊക്കെ എഴുതി തീർക്കാൻ എത്ര നാളെടുത്ത് കാണുമല്ലേ? എന്തായാലും വായിച്ചു തീർക്കാൻ അതിൽ കൂടുതൽ സമയം പിടിക്കും, അത് ഉറപ്പാണ്. എന്തായാലും വായിച്ചു തീർക്കണം, കുറെ ഉണ്ട്. ചേട്ടാ ഓ, ഇത് കൊറേ സമയമായി. എന്തോന്നു? ഈ പ്രപഞ്ചശക്തി എന്നെ പറ്റിച്ചെന്ന് തോന്നുന്നു. പ്രപഞ്ചശക്തി പറ്റിച്ചെന്നാടി?
നീ കുറച്ച് മുമ്പും കണ്ടല്ലോ എഴുതിയത്. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ശരിയാവും ഇപ്പോ. എന്തു സമയം? നിന്നോട് ഞാൻ ആദ്യം എന്തുവാ പറഞ്ഞേ? എന്തു പറഞ്ഞു? 48 മണിക്കൂറിനുള്ളിൽ ഇത് സാധിക്കും എന്നാണോ? അതപ്പോ പറഞ്ഞേ? അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്ന? ആടി സമയമായിട്ടില്ല, ഒന്ന് വെയിറ്റ് ചെയ്യും. നിനക്ക് എന്തു വെച്ച് വയ്യേ? നീ അല്ലാതെ ഇവൻ പറയുന്ന ആരെങ്കിലും കേക്കൂ? പുച്ഛിച്ചോ ഞാൻ പുച്ഛിക്കും. ശരി നടക്കുമ്പോളേ അന്തമിട്ടോണ്ടിരിക്കില്ല. നടന്നാലല്ലേ ഉള്ളൂ. നടക്കും. കാണണം. ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയാ? പോയപ്പോ കൂടെ ഒരാളും കൂട്ടിട്ടായിരുന്നല്ലോ. അമ്മ എന്തി? അമ്മായിയുടെ ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞു പോയി ആ വഴിക്ക്. എന്റെ ചേച്ചി, മനുഷ്യന് കട കയറി ഇറങ്ങി മടുത്തങ്ങ്. ഇങ്ങനെയുണ്ടോ? നീ കേക്ക്, ഒരു കടയിൽ കയറും, ഒരു സാധനം എടുക്കും, നോക്കും, ഇങ്ങനെ തിരിച്ചു മറിച്ചു നോക്കും, അവിടെ വെക്കും, 2 റൗണ്ട് നടക്കും, വീണ്ടും അവിടെ തന്നെ വരും, വീണ്ടും അതേ സാധനം എടുക്കും, തിരിച്ചു ഇങ്ങനെ നോക്കും, അവിടെ വെക്കും. എനിക്ക് അവസാനം ഭ്രാന്തെടുത്തു പോയി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്ത് കയറാറുണ്ട്. അതുകൊണ്ടല്ലേ ഞാനിപ്പോ പോവാത്തെ. എന്റെ മോളെ നടന്നുണ്ടല്ലോ മനുഷ്യന്റെ ചെരുപ്പ് തെയ്യും. അയ്യോ, ഞാനിന്ന് അനുഭവിച്ച്. ആ നിനക്ക് ഞാൻ ചേച്ചിയുടെ വാങ്ങിക്കാൻ പറഞ്ഞില്ലല്ലോ. അതിപ്പോ നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ മനസ്സിൽ എന്താ ആഗ്രഹിക്കുന്നെന്ന് എനിക്ക് ഇവിടെ കത്തും. അത് കൊള്ളാലോ. നിനക്ക് കാശ് കൊടുത്ത് മിഠായി വാങ്ങി തന്നത് ഞാൻ. എന്നിട്ട് കെട്ടിപ്പിടുത്ത ഉമ്മയും കേസ് ചേട്ടന്. ചേച്ചിയുടെ പറഞ്ഞ ഐഡിയ കാരണ എനിക്ക് മിഠായി കിട്ടിയത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ മണ്ടൻ. കൊള്ളാം. എന്താ ഐഡിയ മക്കളെ? ഇതൊന്ന് തുറന്നു നോക്കേട്ടൻ. എന്തോടാ അതിനകത്ത്? പ്രപഞ്ചശക്തി എനാക്ക് ചോക്ലേറ്റ് താരുന്നതിന് നന്ദി. ചേട്ടാ, ഇതിങ്ങനല്ല വായിക്കേണ്ടത്. പ്രപഞ്ചശക്തി എനിക്ക് ചോക്ലേറ്റ് തന്നതിന് നന്ദി. ഇങ്ങനെയാണ് എഴുതണേ. പഠിക്കണോ? പ്രപഞ്ചശക്തി എനിക്ക് ചോക്ലേറ്റ് തന്നതിന് നന്ദി. പ്രപഞ്ചശക്തി എനിക്ക് ചോക്ലേറ്റ് തന്നതിന് നന്ദി. അതന്നെ കറക്റ്റ്. ചോക്ലേറ്റ് തന്നതിന് നന്ദി. എന്തോന്നാണിത്? എന്ത് പ്രപഞ്ചശക്തി? എന്തൊരു നന്ദി? പ്രപഞ്ചശക്തി എനിക്ക് ചോക്ലേറ്റ് തന്നതിന് നന്ദി. ഇനി ചോക്ലേറ്റ് ഞാനല്ലേ കൊടുത്ത്? ചോക്ലേറ്റ് നമുക്ക് കിട്ടിയില്ലേ? കണ്ടാ മാനിഫെസ്റ്റിംഗ് വർക്കായി. മാനിഫെസ്റ്റ് ചെയ്തതാണ് ഇത്. എന്ന് വെച്ചാ അമ്മൂമ്മ, ഈ മാനിഫെസ്റ്റിംഗ് മാനിഫെസ്റ്റിംഗ് എന്ന് വെച്ചാല് നമ്മള് ഒരു കാര്യം നമുക്ക് ഭയങ്കരമായി വേണമെന്ന് ആഗ്രഹിച്ച ഈ പ്രപഞ്ചം മുഴുവൻ അത് നമുക്ക് നേടിത്തരാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കും. அப்படினா நான் நினைச்சாலும் அது நடக்குமா? കനാന്റെ യൂണിവേഴ്സിലുള്ള ആളാണല്ലോ. നടക്കും. ഈ യൂണിവേഴ്സിലുള്ള ആൾക്കുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് ചോദിക്കാം. യൂണിവേഴ്സ് തന്നു എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നമ്മൾ ഇതേപോലെ പേപ്പറിൽ പ്രപഞ്ചശക്തി എനിക്ക് ഇന്ന സാധനം തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് നമ്മൾ ആ സാധനം കിട്ടിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്തിട്ട് നമ്മൾ ഇത് എഴുതിയിട്ട് ഈ പേപ്പർ 4 മടക്കി നമ്മുടെ കൈ വെച്ചേക്കണം. 48 മണിക്കൂർ. എങ്ങനെ? 48 മണിക്കൂറിനുള്ളിൽ ഫലം കണ്ടിരിക്കും. കണ്ടില്ലേ ഫലം? ഫലം കണ്ടത് കണ്ടില്ലേ? എന്നാ ഉടായിപ്പ് പരിപാടി. ഹലോ, ആണെങ്കിൽ വിശ്വസിച്ചാ മതി. ട്രസ്റ്റ് വേണം, ട്രസ്റ്റ് കേട്ടാ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു. വിശ്വാസത്തിലേക്ക് നമ്മൾ ഇല്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ വിശ്വസിച്ച് യൂണിവേഴ്സിന് ഒരു കാര്യം അങ്ങ് ഏൽപ്പിക്കുകയാണ്. ബാക്കി മൊത്തം നമുക്ക് സെറ്റാക്കി തരും. മോൻ പോക്കറ്റിലൊരു കാര്യം എഴുതി ഇട്ടായിരുന്നല്ലോ, അത് നടന്ന? അത് നടക്കും. അത് സമയമായിട്ടില്ലല്ലോ. 48 മണിക്കൂർ ആയിട്ടില്ലല്ലോ. അവരുടെ ചെറിയ ആഗ്രഹമുണ്ട്, പറഞ്ഞ തീർന്നു. എന്റെ വലിയ ആഗ്രഹമാണ്. അപ്പൊ അതിന് സമയം കാലമൊക്കെ ഉണ്ട്. അങ്ങനെ റെഡി ആവുള്ളൂ. പറ മക്കളെ, യൂണിവേഴ്സിന് ഒന്നുകൂടെ ഒന്ന് താങ്ക് യു പറഞ്ഞേ കേട്ടോ, കിട്ടിയെന്ന് പറഞ്ഞിട്ടേ. അതെ കനകാൻറ്റി, അമ്മൂമ്മ, നിങ്ങൾക്ക് എന്തെങ്കിലും കഠിനമായ ആഗ്രഹം ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കും. യൂണിവേഴ്സ് അയ്യോ, പറയാൻ മറന്നുപോയി. യൂണിവേഴ്സ് മാമ നന്ദി. പോസ്റ്റ്
ഓനമ്മ പോസ്റ്റ്. എന്തിനാ വിളിച്ചു കൂവണേ? ഭവാനി പാറമട വിട്ട് കാക്കനാട് എറണാകുളം 68 20 21 എന്ത് പോസ്റ്റ്. ആർക്ക്? ഭവാനി. അമ്മൂമ്മയ്ക്ക് ആരും ഇങ്ങോട്ട് കത്തെഴുതാൻ? ആരെന്ന് അറിഞ്ഞൂടാ, ഫ്രണ്ട് അഡ്രസ് കാണാനില്ല. പിന്നെ ഈ കൈയക്ഷരം ഏറെക്കുറെ പരിചയമുള്ള ഒരു കൈയക്ഷരമാണ്. കാണിച്ചു നോക്കട്ടെ. ഒരാളുടെ ലെറ്ററും അയാളുടെ ഫോണും നോക്കാനേ പാടില്ല എന്നാണ്. നോക്കട്ടെ. ഇതല്ല ബാങ്കിൽ നിന്നും ആയിരിക്കുവോ? അല്ലെങ്കിൽ ആരും ഈ കാലത്ത് ഇല്ലെങ്കിലൊക്കെ കത്തെഴുതാനാ? ബാങ്കിൽ നിന്നല്ല ആയിരിക്കും, വല്ല മണി ഓർഡർ. എന്താണ്? ആ അമ്മൂമ്മ, അമ്മൂമ്മയ്ക്ക് ലെറ്റർ പോസ്റ്റ്മാൻ വഴി വെച്ച് കണ്ടപ്പോ തന്നതാണ്. ഭവാനി നാക്കങ്ങോട്ട് തുറന്ന് വല്ല മണി ഓർഡർ ആണെങ്കിൽ പറ. അതെ, പൊട്ടിച്ച് വായിക്കങ്ങോട്ട്. പിന്നെ ഇപ്പൊ ആൾക്കാർ ഇല്ലല്ലാണല്ലോ മണി ഓർഡർ അയക്കണത്. ഞാൻ ഇത് ഇല്ലണ്ടാണല്ലോ അല്ലേ? എനിക്കറിയാം, ഞാൻ ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ. എന്താ നോക്കിട്ട് പറയാം അമ്മൂമ്മ. ഇതാരാ എഴുതിയെന്നറിയാവോ? അതറിയാമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. അത് ഫ്രം അഡ്രസ് ഒന്നും ഇല്ല. അപ്പൊ കൈയക്ഷരം കണ്ടിട്ട് മനസ്സിലായില്ലേ? ഏറെക്കുറെ പരിചയമുള്ളൊരു കൈക്ഷരമാണെന്ന് തോന്നി. ആര്? നെയ്യാറ്റിക്കരി നല്ലതാണോ? അല്ല, അപ്പൂപ്പനാ. ഏ പടവലത്തുനിന്ന് അപ്പൂപ്പനാ. പണ്ടേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അപ്പൂപ്പൻ യാത്ര പോകും. യാത്ര പോയി കഴിഞ്ഞാലേ കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പം ആ സമയത്ത് ഇതുപോലെ ഇല്ലെങ്കിൽ കത്തെഴുതുമായിരുന്നു. അപ്പൂപ്പനെ അമ്മൂമ്മ അവിടെ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോ മിസ് ചെയ്യുന്നുണ്ടാവും. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നു ഞാൻ. നാണം നോക്കിയേ, പൊട്ടിച്ച് വായിക്കേ. അത് ഞാൻ പിന്നെ വായിച്ചോളാം. ഓ എന്നാ പിന്നെ ശരി, അമ്മൂമ്മ പിന്നെ വായിച്ചാ മതി. ഇനിയിപ്പം 1960 റൊമാൻസ് ഒക്കെ ആയിരിക്കും. എനിക്ക് വയ്യേ താങ്ങാൻ. വെക്കും. കേശു, താങ്ക്സ്. എന്തായിരുന്നേ? നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. യൂണിവേഴ്സിറ്റിക്ക് നന്ദിയും പറഞ്ഞു. ഏത് യൂണിവേഴ്സിറ്റിക്ക്? എടാ, നീ എന്നോട് പറഞ്ഞില്ലയോ എഴുതി വേണ്ടേ ഞാൻ കെട്ടിയിട്ടു. എന്ത്? എടാ, നീ എന്നോട് പറഞ്ഞില്ലായിരുന്നോ? പ്രപഞ്ചം. പ്രപഞ്ചം. അമ്മൂമ്മ അമ്മൂമ്മ മാനിഫെസ്റ്റ് ചെയ്തതാണോ അപ്പൂപ്പന്റെ കത്ത് വരുമെന്ന്? എന്തിനായി കാണിക്കുന്നത്? അഴിക്കാൻ പറ്റണ്ടേ? അത് ഞാൻ മുറുക്കിയാ കെട്ടി വെച്ചിരുന്നേ. ഡെഡിക്കേഷൻ. എന്തുവാ അമ്മൂമ്മ ഇത്? അപ്പൊ അമ്മൂമ്മ പറയുന്ന അമ്മൂമ്മ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു എന്നാണോ? പിന്നെ നടന്നില്ലേ? നോക്ക്. പ്രപഞ്ചമേ, അതെ, എനിക്ക് വീണ്ടും പഴയതുപോലെ കത്തയച്ചതിന് നന്ദി. അതെ അപ്പൂപ്പൻ. അതെ. ഇനിയേ എനിക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയോട് ചോദിക്കാനുണ്ട്. അത് ഞാൻ പിന്നെ ചോദിച്ചോളാവേ. അപ്പൊ ശരിക്കും ഈ മാനിഫെസ്റ്റിംഗ് തിങ് നടക്കുന്ന കാര്യമാണോ? പിന്നെ നടക്കണ കാര്യമല്ലോ. കണ്ടാ, നിന്നെ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ കണ്ടോ, അമ്മൂമ്മക്ക് നടന്നപ്പോ വിശ്വാസമായി കാണുമല്ലോ. തന്റെ കാര്യം നടന്ന താൻ എഴുതിയത്? നടക്കും. എന്റെ കാര്യം നടക്കും. പിന്നെ നടക്കുമായിരിക്കും. അപ്പൂപ്പൻ എങ്ങനെ അത് കറക്റ്റ് ആയിട്ട് എഴുതി? ഇങ്ങനത്തെ ചായയും കുടിച്ചപ്പോ തലയിൽ വല്ല ഇടിമിനിറ്റ് പറ്റാ? പിന്നെ പ്രപഞ്ചത്തിന്റെ കളിയാ. ഇപ്പൊ എഴുതാൻ ഒരുപാട് ആഗ്രഹമുള്ളതുകൊണ്ട് എന്ത് എഴുതുന്നൊരു പിടിയും കിട്ടണല്ലോ. എന്റെ യൂണിവേഴ്സ് ഭഗവാനെ, ഈ ആഗ്രഹം ഒന്ന് സാധിച്ചു തരണേ. അങ്ങനെ സാധിച്ചാണ്ടല്ലോ ഞാനൊരു പൊളിക്കും. എന്താ 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 ഏ എന്താ എന്താ എന്ത് എന്താ എന്ത്? ഒന്നുമില്ല. ഒന്നുമില്ല. കയ്യിലെന്ത് ബുക്ക്? ആ അത് ഞാൻ വായിക്കരുത്. എന്താ? വായിക്കരുത്. ഓ
ശരി, എന്നാ പിന്നെ വായിക്കണില്ല. മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരുന്നു. മാനിഫെസ്റ്റിംഗ് ഒന്നുമല്ല. ഞാൻ എന്റെ ചെലവുണ്ടല്ലോ, അത് വരവിനനുസരിച്ച് അങ്ങോട്ട് ഒക്കുന്നില്ല. അപ്പൊ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്തൊരു വരവ് ചെലവിയെ? വരവ് എവിടുന്ന്? സിദ്ധു ചേരുന്നുണ്ടല്ലോ. വരവ് സിദ്ധു വരവായി ചേരുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ ചെലവായിട്ട് അങ്ങോട്ട് ഒത്തു പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് ഒത്തു പോണില്ല, ഒക്കുന്നില്ല. ഇങ്ങോട്ട് ഒപ്പിക്കല്ലേ ചേച്ചി. സമ്മതിച്ചോ? ഞാൻ പറഞ്ഞു തന്ന ഐഡിയ ചേച്ചി ട്രൈ ചെയ്ത് നോക്കായിരുന്നു. സമ്മതിക്കൂ? സമ്മതിക്കുന്നില്ല. ഒരു കഷ്ടം. എന്തോ ഇഷ്ടം? ഒന്നുമില്ല. എന്തിനാ നീ പറഞ്ഞ ഐഡിയ കിടിലായിട്ട് വർക്കായി. എടാ മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ വർക്കായ ആണോ? നീ എന്താ ഇത് എഴുതിയേ? ഞാൻ പറഞ്ഞ പ്രപഞ്ചമേ ഒരു 10 ദിവസം കൂടെ കോളേജിന്റെ അവധി നീട്ടി വെക്കണേന്ന്. എന്റെ കുറച്ചുമ്പോ ഫ്രണ്ട് വിളിച്ചിട്ട് പറയാണ് കോളേജിന്റെ അവധി 10 ദിവസം കൂടെ നീട്ടി വെച്ചെന്ന്. എടേ, അത് മഴ പെയ്തത് കൊണ്ട് മാറ്റി വെച്ചതാണ്. പിന്നെ ചെന്നൈയിൽ വരെ രാത്രി മഴയും പേമാരിയായിരുന്നല്ലോ. ഒന്ന് പോയി ചേച്ചി അവിടെ നിന്ന്. കിടിലണ്ടിരിക്കടാ, കിടിലണ്ടിരിക്ക്. ഇനിയും പ്രപഞ്ചത്തിനോട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓരോന്നായിട്ട് ചോദിക്കാം. നമ്മുടെ ലച്ചു ചേച്ചി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി ഒന്നും നോക്കണ്ട, പ്രപഞ്ചം കൂടെ ഉണ്ടാവും. ആദ്യം വിശ്വസിച്ചോ? എനിക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല. പിന്നെ ഇവൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ അല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ എന്റെ ആഗ്രഹം നടക്കോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. സംഗതിയൊക്കെ ഓക്കെ. ഈ പ്രപഞ്ചത്തിന് ഹാൻഡിൽ ചെയ്യാൻ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടാ. അതായത് ഈ സിദ്ധുകളെയും ഗൾഫിൽ നിന്ന് പറഞ്ഞൊക്കെ എഴുതി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ കൈ കൂട്ടിയാൽ കൂടണ കേസ് അല്ലത്. അതിനെനിക്ക് പ്രപഞ്ചത്തിന്റെ ഹെൽപ്പ് വേണ്ട. എനിക്ക് വേറെ കുറെ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ സമ്മതിച്ച് മാനിഫെസ്റ്റ് ആണെന്താണ് സംഭവിച്ചു. സന്തോഷം. എന്തോ എഴുതി? അത് ഞാൻ പറഞ്ഞു തരില്ല. കഴിക്കാൻ പറ്റില്ല. ഐസ്ക്രീം എന്ന് എഴുതിത്താ. നിനക്ക് എഴുതി കൂടെ? അതിനതിങ്ങനെ എഴുതാൻ പറ്റും? എഴുത്തും വായനൊന്നും അറിയില്ലല്ലോ. പഠിക്കാൻ വിടുമ്പോഴേ പഠിക്കണമായിരുന്നു. ഇനിയിപ്പോ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റൂലല്ലോ. അയ്യോ, ഇന്ന് രാവിലെ പോയതല്ലേ. ചോദിച്ചിട്ടാ ടീച്ചർ ഐസ്ക്രീമിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന്? ചോദിക്കാൻ പറ്റിയില്ല. ഒന്ന് എഴുതിത്താട്ടാ. ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കോളാം. എഴുതിക്കോട്. എന്നാ എഴുതി കൊടുത്തു. നിന്റെ അടുത്തല്ലേ പറഞ്ഞേ? എന്റെ പൊന്നോ, ഐസ്ക്രീം ഒന്നിനും ഇവിടെ എന്തിനാടി ഇത്? എഴുതി പഠിക്കാനാ. ഐസ്ക്രീം എന്നാ? താങ്ക്സ്. വെൽക്കം. എന്നാലും പ്രപഞ്ചത്തിനൊരു കളി. നെറ്റില് വേറെയും കുറെ ഐഡിയ ഉണ്ട്. എല്ലാം എഴുതി പഠിക്കണം. ആദ്യം കോളേജിൽ പഠിക്കാനുള്ളത് എഴുതി പഠിക്കടാ. മാനിഫെസ്റ്റ് ചെയ്യാൻ നടക്കണം. നീ മാനിഫെസ്റ്റ് ചെയ്ത് നടന്ന? എടാ, എനിക്കൊരു 10 ദിവസം കൂടെ വീട്ടിൽ നിന്നാ കൊള്ളാന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്തായാലും എന്നെ സമ്മതിക്കത്തില്ലല്ലോ. ഇതാകുമ്പോ കോളേജിൽ നിന്ന് ലീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും ചെയ്യും. എനിക്ക് 10 ദിവസം നിൽക്കാനും പറ്റും. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം. അല്ല, അപ്പൊ അമ്മൂമ്മയുടെ മാനിഫെസ്റ്റേഷൻ വലിച്ച് പാറുവിന്റെയും വലിച്ച് എന്റെ മാത്രം നിന്റെ മാത്രം നടന്നില്ലേ? അല്ല, നടന്ന് ഐ മീൻ ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്നു. ആവുന്നതേ ഉള്ളൂ, പ്രോസസ് ആവുന്നേ ഉള്ളൂ. നേരത്തെ നടന്നിട്ടുണ്ട്. നടക്കും. പിന്നെ നടക്കാതിരിക്കും. നടക്കൂടി, നടക്കും. ഇനിയിപ്പോ കോളേജിൽ പോണ്ട. പാറുവേ, പാറു, പാറു. എന്താ ഉമ്മ? രണ്ടടേ ഐസ്ക്രീം. ഐസ്ക്രീമാ? കേശേട്ടാ, കേശേട്ടാ. പാറു, നീ എതുക്ക് കേസ് ചേട്ടനെ കൂപ്പിടുற? കേശേട്ടൻ പറഞ്ഞ ഐഡിയ കാരണം നിങ്ങൾ എനിക്ക് ഐസ്ക്രീം വെച്ചോണ്ടാണ്. കേശേട്ടാ, ഐസ്ക്രീം. ഹായ്, ഐസ്ക്രീം. ഇതെനിക്കുള്ളതാ. എനക്കൊള്ളാണെങ്കിൽ പിന്നെ നീ എന്താ എന്നെ വിളിച്ച കാണാൻ അയച്ചു പോച്ചൻ? അതല്ല, ചേട്ടൻ പറഞ്ഞ ഐഡിയ കാരണം എനിക്ക് ഐസ്ക്രീം കിട്ടിയേ. ഇതൊന്ന് വായിച്ചു നോക്ക്. യൂണിവേഴ്സ് എനക്ക് ഐസ്ക്രീം താരുന്നതിന് നന്ദി.
നന്ദി. യൂണിവേഴ്സേ, എനിക്ക് ഐസ്ക്രീം തന്നതിന് നന്ദി. മക്കളെ, ഇതിനാണ് നേരത്തെ ഐസ്ക്രീം എഴുതി തരുമെന്ന് ചോദിച്ചോണ്ട് വന്നേ. യെസ്. മുടുക്കി. ഇത് ശരിയാവൂല കേട്ടോ. എന്താടാ ശരിയാവാത്ത? പിന്നെ എവിടെ ഒരു ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോ കൊടുക്കാൻ യൂണിവേഴ്സിന്റെ കുപ്പി നിറങ്ങുന്ന ഭൂതു. അമ്മൂമ്മ സത്യം പറ, എവള് പറഞ്ഞിട്ടല്ലേ അമ്മൂമ്മ ഈ ഐസ്ക്രീം മേടിച്ചോണ്ട് കൊടുത്തത്? അല്ല, ഞങ്ങളങ്ങ് മേടിച്ചെന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുറച്ച് ദിവസം മുമ്പേ അവളൊന്ന് പറഞ്ഞായിരുന്നു അമ്മൂമ്മ കടയിൽ പോവാണെങ്കിൽ ഐസ്ക്രീം മേടിച്ചോണേന്ന്. അതുകൊണ്ട് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് മേടിച്ചത്. എന്തായാലും കൊള്ളാം, ഈ മഴയത്ത് തന്നെ അവർക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം. യൂണിവേഴ്സേ നന്ദി. ആന്റി യൂണിവേഴ്സിറ്റി അടുത്ത് ഒന്നും ചോദിച്ചു? ഇല്ല ലച്ചു. ആ എന്താ വെറുതെ ഇരിക്കല്ലേ, ചോദിക്കാൻ പാടില്ലായിരുന്നോ? പാറുവിന്റെ കാര്യം നടന്നു, അമ്മൂമ്മയുടെ കാര്യം നടന്നു, ശിവാനിക്ക് ലീവ് കിട്ടി, ആന്റിക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കായിരുന്നു. അതെ, ആ വിഷയം വിടുന്നുണ്ടാ? ചുമ്മാ കൊണ്ട് യൂണിവേഴ്സിറ്റി വിടുന്നത്. നീ എന്തിനാണ് വെറുതെ ദേഷ്യപ്പെടുന്നത്? അല്ലെങ്കിൽ തന്നെ ഈ വിഷയം കൂടെ കൊണ്ടുവന്നത് നീയല്ലേ? ഞാനാണേ കൊണ്ടുവന്നേ. ഞാൻ തന്നെ വിടാൻ പറഞ്ഞ വിട്. എന്നിട്ട് വേറെ വല്ല വിഷയത്തിലോട്ടും കിടക്കും. അല്ല പിന്നെ കനാൻറ്റി, എനിക്കൊരു ഉപകാരം ചെയ്യും. കുറച്ച് ചക്കരപ്പൊങ്കൽ ഉണ്ടാക്കി തരൂ. ആന്റി എന്നിട്ട് ഇങ്ങനെ ഞെട്ടണേ? ചിരി ചക്കരപ്പൊങ്കൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നല്ല അവൻ ചോദിച്ചേ. அம்மா இத புடிங்க. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ஒரு நிமிஷம். இத பாரு படி. എനിക്ക് തമിഴ് പറയാനേ അറിയത്തുള്ളൂ, വായിക്കാൻ അറിയത്തില്ല. அப்படின்னா கொடு, நானே படிக்கிறேன். பிரியமான பிரபஞ்ச சக்திக்கு கனகம் எழுதுறது. முதல் முறையாக பிரபஞ்ச சக்திக்கு வணக்கம். எங்கிட்ட கேசு சர்க்கரை பொங்கல் சமைக்க சொன்னதுக்கு கோடி நன்றி. ഇത് ശരിയാവില്ല കേട്ടാ. ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. തണ്ടരുത്. പ്രിയമാണൊക്കെ ഞാൻ ഒന്നും പറയണില്ല. ഞാൻ എന്താടാ പറ്റിയത്? ഇതൊന്ന് ചോദിക്കുമ്പോ ഉള്ള എല്ലാ ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ ചുമ്മാ ഇരിക്കണ അവിടെ പ്രപഞ്ച ശക്തി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ഇങ്ങനെ കിടന്ന് ചാടണ എന്തിനാ? നീ എഴുതിയത് നടപടി ആയില്ലേ? നടപടി ആയി, കൊറേ ആയി. എന്നാലും നീ അവസാനമായിട്ട് എഴുതിയത് എന്താ? പറയാൻ പറ്റൂല ഒരു കാര്യമാണ്. ആഹാ, പുറത്തു പറയാൻ പറ്റുന്ന കാര്യമാണ് നീ എഴുതുന്നേ. എന്തായാലും നടന്നാ പറയണമല്ലോ, കാര്യം പറ. നീ പുറത്തു പറയാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. ഞാൻ ഈ ലോകത്തിനടുത്ത് മൊത്തം വിളിച്ചറിയും. പറ. നീ എന്നെ വായിരി, എല്ലാം അങ്ങോട്ടാണല്ലോ തരുന്നത്. വായി. ഇന്ന് എനിക്ക് ലോട്ടറി അടിച്ച് ലക്ഷങ്ങൾ തന്നതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി. ലോട്ടറി അടിക്കാനാണ് നീ ആഗ്രഹിച്ചേ? അതെ. ഞാൻ 45 മണിക്കൂറായില്ലേ? 45 മണിക്കൂർ കഴിയാൻ പോണ് നീ എഴുതിയിട്ടിട്ട്. ഇത് നടന്നില്ലല്ലോ. ബാക്കി എല്ലാവരുടെയും നടന്നു. എവിടെയൊക്കെ നടന്നെങ്കിൽ ഓരോ മണിക്കൂർ കൂടും നടക്കുകയാണ്. ശരിയാണല്ലേ ചേച്ചി, ബാക്കി എല്ലാവരും നടന്ന്, എന്തിനാ എന്റെ വരെ നടന്ന്, എന്നിട്ട് കേശുവിന്റെ മാത്രം നടക്കാത്തത്? നമ്പർ എത്രയാ? ഏത് നമ്പർ? ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടെന്നാ പിന്നെ നീ എന്ത് കിണ്ടി വെച്ചിട്ടാണ് പത്രത്തിൽ നോക്കിയത്? പത്രത്തിൽ എന്തിനാ നോക്കണ? എടാ, അപ്പൊ നീ ലോട്ടറി ടിക്കറ്റ് എടുത്തില്ലേ? ഇല്ല, ലോട്ടറി ടിക്കറ്റ് എടുത്തില്ല. എന്താന്നാ വെളുതൊക്കെ കാണിക്കുന്നതിന് ഒരു പരിധിയില്ല കേശു. ലോട്ടറി ടിക്കറ്റ് എടുക്കാണ്ട് നീ എങ്ങനെയാണ് റിസൾട്ട് നോക്കുന്നത്? ലോട്ടറി ടിക്കറ്റ് ശരിയാണ്. ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ റിസൾട്ട് നോക്കില്ലേ? മോനെ കേശു, ഈ പ്രപഞ്ച ശക്തി ഉണ്ടല്ലോ, എന്തിനും ഏതിനും കൂടെ നിൽക്കും. പക്ഷെ പ്രപഞ്ച ശക്തിയോട് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നമ്മളും കൂടെ കുറച്ചൊന്ന് പ്രയത്നിക്കണം. അല്ലാണ്ട് പ്രപഞ്ച ശക്തി കടയിൽ പോയിട്ട് നിനക്ക് ലോട്ടറി എടുത്തിട്ട് കേട്ടോ.